തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരുണ്ടോ? ഒരു മിസ്റ്റേക്കും സംഭവിക്കാത്ത മനുഷ്യർ. മനുഷ്യന്റെ ഉത്ഭവം മുതൽ, മനുഷ്യൻ ഭൂമിയിൽ പിറന്ന ഉത്ഭവം മുതൽ 2024 വരെ പരിശോധിക്കുമ്പോൾ അത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസം തന്നെയാണ്. മനുഷ്യന്റെ ഉത്ഭവത്തെ പറ്റി പല ആളുകളും പല മതവിശ്വാസങ്ങളും പല രീതിയിലാണ് പറയുന്നത്. അത് ഇസ്ലാമിക വിശ്വാസം എടുക്കുകയാണെങ്കിൽ ആദമാണ് ആദ്യം ഉണ്ടായ മനുഷ്യൻ, പിന്നെ ഹവ ഉണ്ടായി അല്ലേ. ഇവർ രണ്ടുപേരും സ്വർഗത്തിൽ വളരെ സുഖിച്ച് ജീവിക്കുകയായിരുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും അവർ സ്വർഗത്തിൽ ജീവിക്കുകയായിരുന്നു. അവരോട് ദൈവം ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്, ഒരു പഴം കഴിക്കരുത് എന്നുള്ളത്. അങ്ങനെ വിലക്കപ്പെട്ട പഴം അവർ കഴിക്കുന്നു, അവർ മനുഷ്യരാണെന്ന് തെളിയിക്കുന്നു. അവരെവിടേക്ക് എത്തുകയാണ്? അവർ ഭൂമിയിലേക്ക് എത്തുക. അപ്പോൾ മനുഷ്യന് തെറ്റുകൾ സംഭവിക്കുക, മിസ്റ്റേക്ക് സംഭവിക്കുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതമാണ്. മനുഷ്യന്റെ ഒരു കയ്യോ അല്ലെങ്കിൽ മനുഷ്യന്റെ അവയവങ്ങൾ പോലെ അവന്റെ കൂടെയുള്ള ഒരു സംഭവമാണ് മിസ്റ്റേക്കുകൾ, തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത്. എന്താണ് തെറ്റ് അല്ലെങ്കിൽ എന്താണ് ഈ മിസ്റ്റേക്ക്? സമൂഹം ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ മുൻവിധിയോടുകൂടി തയ്യാറാക്കിയ ചില നോംസ് ഉണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. അതിന് നമുക്ക് നിയമങ്ങളെന്നോ ആചാരങ്ങളെന്നോ എന്തും വേണമെങ്കിലും വിളിക്കാം. ഈ കാര്യങ്ങൾക്ക് വിപരീതമായി ചെയ്യുമ്പോഴാണ് അതിനെ തെറ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് വിളിക്കാം. ഈ തയ്യാറാക്കപ്പെട്ട നോംസിനെ ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാത്തവരായിരിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യത്തെ റാഷണൽ ആയിട്ടാണ് നമ്മളൊരു കാര്യത്തെ സെലക്ട് ചെയ്യാം. ദിസ് ഈസ് നിഹാൽ പെർസ്പെക്റ്റീവ്. ഐ ആം ഡിസ്കസിംഗ് തിങ്സ് ത്രൂ മൈ പെർസ്പെക്റ്റീവ്. ലെറ്റ്സ് ടോക്ക്, ഡിസ്കസ്, സോൾവ്. മനുഷ്യനെ മറ്റു സർവ്വചരാചരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് മനുഷ്യനെ ചിന്തിക്കാനുള്ള ശേഷിയാണ്. ഓരോ സെക്കൻഡിലും ഓരോ മനുഷ്യന്റെ ചിന്തയിലൂടെ പോകുന്ന കാര്യങ്ങൾ അതൊരിക്കലും പ്രവചിക്കാനേ കഴിയില്ല. ശാസ്ത്രം എത്ര വളർന്നിട്ടും മനുഷ്യന്റെ ചിന്തയെ 100% പ്രവചിക്കുക എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്. ഈ ചിന്തയിലെ വേരിയേഷൻസ് ആണ് മനുഷ്യനെ പല തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും അത് തെറ്റുകളായിരിക്കാം. എന്തൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തികച്ചും വ്യക്തിപരമാണ്. കാരണം എനിക്ക് സംഭവിക്കുന്ന തെറ്റുകളായിരിക്കില്ല നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ മറ്റൊരാൾക്ക് സംഭവിക്കുന്നത്. കാരണം ഈ തെറ്റുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ നമ്മുടെ പ്രായമനുസരിച്ച് നമ്മൾ എന്തുമായിട്ടാണ് നമ്മൾ നിരന്തരം സംവദിക്കുന്നത്, ഇതൊക്കെ ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ, തെറ്റുകൾ എന്നുള്ളത് അല്ലേ. പക്ഷേ നമ്മൾ ഇവിടെ എടുത്ത തീരുമാനം അത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിന് ഇറ്റ് ഇസ് നോട്ട് ഗുഡ്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന നിമിഷം അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിലോ ബൈക്കിലോ യാത്ര ചെയ്യാണ്. ഇപ്പം നിങ്ങൾ തിരക്കിട്ടിട്ട് പോവാണ്. പെട്ടെന്നൊരു വാഹനം, ഇതുപോലെ ഒരു തിരക്കിട്ട വാഹനം നിങ്ങളുമായി ഇടിക്കാൻ വന്നു. ജസ്റ്റ് നിങ്ങൾ ഇടിച്ചില്ല എന്ന് ജസ്റ്റ് ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ അപകടമൊന്നും സംഭവിച്ചില്ല. ആ മൊമെന്റിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ വായിൽ വരുന്ന കാര്യം, അല്ലെങ്കിൽ അറ്റ് ആ മൊമെന്റ് നിങ്ങൾ എന്തായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യാം? സ്വാഭാവികമായിട്ടും പല ഉത്കൃഷ്ട വാക്കുകളായിരിക്കും നിങ്ങൾ ആ ഒരു സമയത്തിലും പ്രയോഗിക്കാം. നിങ്ങളിവിടെ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ തിരക്കിലാണ്, അതുപോലെ തന്നെ തിരക്കിലാണ് ആര്? ആ വന്ന ആളും. നിങ്ങളുടെ അതേ സ്ട്രെസ്സാണ് ആ വന്ന ആൾക്കുള്ളത്. നിങ്ങൾ രണ്ടുപേരുടെയും മാനസികാവസ്ഥ പോലും ഒരേപോലെയാണ്. പക്ഷെ നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? റിയാക്ട് ചെയ്തു. നിങ്ങൾ പല സാധനവും നിങ്ങളുടെ വായിൽ വിളിച്ചുപോയി. മറ്റൊരു എക്സാമ്പിൾ, ഇൻ എ മൊമെന്റ് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിങ്ങൾ റിലേഷനിൽ പെട്ടു. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം നമ്മൾ റിലേഷനിൽ പെടുന്ന സമയത്ത് പല ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എടുക്കാം. ബട്ട് ലേറ്റർ വി റിയലൈസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഇതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല, അതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്താ നമ്മൾ ഒരു തീരുമാനം നമ്മൾ എന്താ എടുക്കാം? അത് നമ്മളോട് തന്നെ ചോദിക്കാം, വീണ്ടും ചോദിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു തീരുമാനം പറയും. ഡിസ്കസ് വിത്ത് നമ്മളെക്കാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിരുന്നു ഡിസ്കഷൻ നടത്താം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു കാര്യം കൺവേ ചെയ്യാൻ സാധിക്കണം. ടേക്ക് എ ടൈം, സേ സോറി, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ബോത്ത്. അത് കൃത്യമായി നമ്മൾ കൺവേ ചെയ്യണം. സോ ഇത് പല ആളുകളും ചിലപ്പോൾ ഇതിനെ ന്യായീകരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആണെന്ന് തിരിച്ചറിയാനുള്ള ബോധം എന്ത് ചെയ്യണം? നമുക്കുണ്ടായിരിക്കണം. ബട്ട് പലപ്പോഴും ആ നിമിഷത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കാര്യവും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അത്തരത്തിലുള്ള നിമിഷങ്ങളാണ് മിസ്റ്റേക്കുകൾ സൃഷ്ടിക്കുന്ന നിമിഷങ്ങൾ, അല്ലെങ്കിൽ ആ നിമിഷത്തെ, അല്ലെങ്കിൽ നമ്മൾ നശിച്ച നിമിഷം എന്ന് പലപ്പോഴും നമ്മൾ ചില പ്രത്യേക പരാമർശങ്ങളോട് പറയുന്ന ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ നിമിഷമാണ് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇതുപോലുള്ള ചെറുതും വലുതുമായ ഒരുപാട് നിമിഷങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവാം. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായി അതിനെ റീകോൾ ചെയ്യാൻ നമുക്ക് കഴിയണം. എവിടെയാണോ നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത് അത് തിരിച്ചറിഞ്ഞില്ലേ. ഒരു അസുഖം ബാധിച്ച ഒരാൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് എവിടെയാണ് അസുഖം ബാധിച്ചത് അത് അവിടെ വെച്ച് അത് ക്ലിയർ ചെയ്യാൻ ഒരു ഡോക്ടറെ സാധിക്കും. അതുപോലെ നമുക്ക് എവിടെയാണ്, നമ്മുടെ മനസ്സിന് എവിടെയാണ് ആ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് അത് കണ്ടെത്തി തിരുത്താനുള്ളൊരു റെഡിനെസ് നമ്മൾ കാണിക്കണം. എല്ലാം തികഞ്ഞ ഒരു തെറ്റുപോലും സംഭവിക്കാത്ത മനുഷ്യൻ ഇന്ന് ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും യെസ് വരാൻ കഴിയില്ല. ബിക്കോസ് എല്ലാ മനുഷ്യർക്കും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന. ബട്ട് സംഭവിച്ച മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞ്
അല്ലെങ്കിൽ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ്, സംഭവിച്ച മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞ് അത് സോറി പറഞ്ഞ് അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഇനി വരുത്തില്ല അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അത്തരം മനുഷ്യർ, they are good guys. In my opinion, they are very, very good guys. Be a good guy. Goodbye. See you soon.